തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്ക്, ജോസ്കോ ജുവലേഴ്സ്, പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ജോസ് ആലുക്കാസ്. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരമധ്യത്തിലെ ATM കൗണ്ടറിൽ നിന്ന് 26 ലക്ഷം കവർന്ന സംഭവത്തിൽ പ്രതികൾ പോലീസ് വലയിലായി. പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കൊരട്ടി മാമ്പ്രയിൽ പരീക്ഷയ്ക്ക് പോയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൈയും വായും കെട്ടിയ നിലയിൽ കുറ്റിക്കാട്ടിൽ കണ്ടെത്തി. ആലുവയിലെ കൊട്ടേഷൻ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് വിവരം ലഭിച്ചു. 3 പേർ കസ്റ്റഡിയിൽ. പണമില്ലാത്തതിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഭൂവുടമയുടെ താൽപര്യത്തിന് അർഹമായ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി. പ്രണയം നടിച്ച് 16-കാരിയായ ബംഗാളി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ച കേസിൽ 3 ബംഗാളി യുവാക്കൾ അറസ്റ്റിലായത് കാമുകനും കൂട്ടുകാരും. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ കേരളം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച കോർപ്പറേഷനുള്ള 1ാം സ്ഥാനം തൃശൂരിന്. മുനിസിപ്പാലിറ്റികളിൽ ചാലക്കുടിക്ക് 2ാം സ്ഥാനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ നഗരമധ്യത്തിലെ ATM കൗണ്ടറിൽ നിന്ന് 26 ലക്ഷം കവർന്ന സംഭവത്തിൽ പ്രതികൾ പോലീസ് വലയിലായി. പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ATMൽ പണം നിറയ്ക്കുന്ന ഏജൻസിയിലെ മലയാളികളായ 2 ജീവനക്കാരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കവർച്ചയുമായി ബന്ധപ്പെട്ട് 10ഓളം പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ATMൽ പണം മോഷ്ടിച്ച പ്രതികളെ കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ സൂചന ലഭിച്ചത്. കേസിൽ 5ൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. തൃശൂർ ACP ശിവ വിക്രമന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതേസമയം 2 പേർക്ക് മാത്രം അറിയേണ്ട രഹസ്യ പാസ്വേഡ് 12 പേർക്ക് കൈമാറിയത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ പറഞ്ഞു. ATMൽ പണം നിക്ഷേപിക്കുന്ന മുംബൈയിലെ ബ്രിക്സാരിയ ഏജൻസിയിലെ ജീവനക്കാർ ഉൾപ്പെടെ 12 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നതെന്നും കമ്മീഷണർ പറഞ്ഞു. ഈ പാസ്വേഡ് അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം 2 പേരെ ഞങ്ങൾ ഇന്നലെ കണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 8 ആൾക്കാർ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അത് നോക്കിക്കഴിഞ്ഞിട്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യ തെളിവുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. ഈ കിട്ടിയ സീനിൻ്റെ കാര്യത്തിൽ, അവൻ്റെ ഫോട്ടോ കിട്ടിയതിൻ്റെ കാര്യത്തിൽ ഹെൽമെറ്റ് വെച്ചാണ് തന്നെയും അതിൻ്റെ ഷേപ്പ് മറ്റു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. വെളിയന്നൂർ SBI ATMലെ സുരക്ഷാ പൂട്ട് തുറന്നാണ് 26,02,800 രൂപ കവർന്നത്. കറൻസി സൂക്ഷിച്ചിരുന്ന ട്രേകൾ സഹിതമായിരുന്നു മോഷണം. ബാങ്കിലെ വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് കവർച്ച നടന്നതായി കണ്ടെത്തിയത്. ATM ഇടപാടുകൾക്കായി പുറംജോലി കരാർ നൽകുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമായി മാറുന്നു. മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇത്തരം ഏജൻസികൾ ATM ശൃംഖലകൾ വഴി കള്ളപ്പണം വിതരണം ചെയ്യുന്നതായും ആക്ഷേപം. ATM കൗണ്ടറുകളിൽ പണം നിക്ഷേപിക്കുന്ന അനവധി ഏജൻസികളാണ് രാജ്യത്തുള്ളത്. ഇത്തരം ഏജൻസികളുടെ പ്രവർത്തനം സംബന്ധിച്ച് പോലീസിനോ ഇന്റലിജൻസിനോ കാര്യമായ വിവരമില്ല എന്നതാണ് സത്യം. പണമിടപാട് സംബന്ധിച്ച പ്രവർത്തനമായതിനാൽ ഇത്തരം ഏജൻസികളുടെ പ്രവർത്തനം ഏറെക്കുറെ രഹസ്യ സ്വഭാവത്തോടെയാണ്. ബാങ്കുകൾ കൈമാറുന്ന കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം ഏജൻസികൾ ATM കൗണ്ടറുകളിൽ നിക്ഷേപിക്കുന്നത്. അടുത്തിടെ പല ATM കൗണ്ടറുകളിൽ നിന്നും കള്ളനോട്ടുകൾ ലഭിച്ചത് ഏറെ ചർച്ചയായിരുന്നു. ATM കൗണ്ടറുകളിൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസികളെക്കുറിച്ച് വിശദമായ അന്വേഷണവും പരിശോധനയും ആവശ്യമാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. ATM കൗണ്ടറുകളിൽ പുറംജോലി കരാർ നൽകുന്നത് അവസാനിപ്പിച്ച് അതാത് ബാങ്കുകൾ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക വിഭാഗം തുടങ്ങണമെന്ന് ഈ രംഗത്തുള്ള സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. തൃശൂർ വെളിയന്നൂരിലുണ്ടായ ATM കവർച്ച രഹസ്യ പാസ്വേഡ് ഉപയോഗിച്ചാണെന്നത് ഏറെ ഗൗരവമുള്ളതാണ്. ഓരോ തവണയും പാസ്വേഡ് പുതുക്കണമെന്ന നിർദ്ദേശവും 2 പേർ മാത്രമേ പാസ്വേഡ് ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയും പാലിക്കപ്പെട്ടില്ല എന്നത് തന്നെ ഇത്തരം ഏജൻസികളുടെ ലാഘവബുദ്ധി വെളിവാക്കുന്നതാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇടപാടുകാർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്ന ATM ഇടപാടുകളും ഏറിവരികയാണ്. ഇടപാടുകാർ ഇത്തരം സംവിധാനങ്ങൾ വിനിയോഗിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന ആവശ്യത്തിനൊപ്പം ബാങ്കിംഗ് മേഖലയിലെ ATM സേവനമടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് സുതാര്യവും സുരക്ഷിതവുമായ മാനദണ്ഡങ്ങളും നടപടികളും സംവിധാനങ്ങളും അനിവാര്യമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് TCV.
കൊരട്ടി മാമ്പ്രയിൽ പരീക്ഷയ്ക്ക് പോയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൈയും വായും കെട്ടിയ നിലയിൽ കുറ്റിക്കാട്ടിൽ കണ്ടെത്തി. അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യപരിശോധനയിൽ വിദ്യാർത്ഥിനി ശാരീരിക പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് തെളിഞ്ഞു. ആലുവയിലെ കൊട്ടേഷൻ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ആലുവയിൽ നിന്ന് സ്കോർപിയോ കാറും കാറിലുണ്ടായിരുന്ന 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വിദ്യാർത്ഥിനി ഇന്ന് രാവിലെ പരീക്ഷയ്ക്കായി വീടിന് സമീപമുള്ള സ്കൂളിലേക്ക് പോകുമ്പോൾ 4-അംഗ സംഘം സ്കോർപിയോ വാഹനത്തിൽ ബലമായി പിടിച്ചുകയറ്റി കൊണ്ടുപോകുകയായിരുന്നു. ഇതിനിടെ ഇവർ കുട്ടിയെ ക്ലോറോഫോം മണപ്പിച്ച് ബോധ്യം കെടുത്തി. പിന്നീട് ഉച്ചതിരിഞ്ഞ് 2:30-ക്കാണ് കൈകൾ ഷാളുകൊണ്ടും വായ സ്റ്റിക്കർ കൊണ്ടും ബന്ധിപ്പിച്ച നിലയിൽ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത്. തന്നെ പിടിച്ചുകൊണ്ടുപോയ സംഘത്തിലെ ഒരാൾ മലയാളം സംസാരിച്ചിരുന്നുവെന്നും മറ്റു 3 പേർ ഹിന്ദിക്കാരായിരുന്നുവെന്നും ബോധം തെളിഞ്ഞതിനു ശേഷം പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. ഇന്നലെ മാമ്പ്രയിൽ തന്നെ ഇതേ വാഹനം കണ്ടതായി നാട്ടുകാർ പറയുന്നു. പെൺകുട്ടിയുടെ ചേച്ചിയോട് ഈ സംഘം വഴി ചോദിച്ച് എത്തിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ചാലക്കുടി CI ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പണമില്ലാത്തതിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മാള ആളൂർ റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പണമില്ലെങ്കിൽ കടം എടുത്തായാലും വികസനം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പെട്രോളിന്റെ 1 രൂപ അധിക നികുതിയിൽ ഉണ്ടാകുന്ന വരുമാനം ഉപയോഗിച്ച് 14 ജില്ലകളിലായി 21 വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പാണ് വികസന പ്രവർത്തനങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഒരു വലിയ ഭാഗ്യദോഷം, നമ്മളിടുന്ന പരിപാടി ഒന്നും സമയത്ത് പൂർത്തിയാക്കുക. 1 കൊല്ലം കൊണ്ട് തീർക്കേണ്ടത് 10 കൊല്ലമായി തീരത്തില്ല. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഭൂ ഉടമസ്ഥരുടെ താല്പര്യം നമ്മൾ പൂർണ്ണമായും സംരക്ഷിക്കും. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ നോ എന്നൊരു വാക്ക് പറയരുത് എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പണമില്ലെങ്കിൽ പണം ഉണ്ടാക്കണം. ത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഭൂ ഉടമയുടെ താൽപര്യത്തിന് അർഹമായ പരിഗണന നൽകുമെന്നും ആവശ്യമെങ്കിൽ മുൻകൂർ പണം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, TN പ്രതാപൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി റപ്പായി, പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ജെ കളത്തിങ്കൽ, PK ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രണയം നടിച്ച് 16-കാരിയായ ബംഗാളി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ച കേസിൽ 3 ബംഗാളി യുവാക്കളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മകളെ കാണാനില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് വാടാനപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയാണ് കാമുകന്റെയും കൂട്ടുപ്രതികളുടെയും അറസ്റ്റിന് വഴിവെച്ചത്. ഓഗസ്റ്റ് 20-നാണ് ബംഗാളിലെ ബർദ്വാൻ ജില്ലയിലെ 16-കാരിയായ പെൺകുട്ടിയെ പ്രദേശവാസിയായ പളാഷ് മാജി തട്ടിക്കൊണ്ടുവന്നത്. പെൺകുട്ടിയുമായി കേരളത്തിലെത്തിയ പളാഷ് മാജി വാടാനപ്പള്ളിയിൽ വാടക വീട്ടിൽ കഴിയുന്നുണ്ടെന്ന വിവരം കുട്ടിയുടെ പിതാവിന് ലഭിച്ചു. പെൺകുട്ടിയുടെ പിതാവ് ബംഗാളിലെ ബർത്താർ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതിയും നൽകി. നാട്ടുകാരായ 2 പേർ വാടനപ്പള്ളിയിൽ ഉണ്ടെന്നതിനാൽ പെൺകുട്ടിയെ എവിടെയാകും താമസിപ്പിക്കുന്നതെന്നും പിതാവ് സംശയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ വാടനപ്പള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി PA വർഗീസിന്റെ നിർദ്ദേശപ്രകാരം വലപ്പാട് CI R രതീഷ് കുമാർ വാടനപ്പള്ളി SI S അഭിലാഷ് കുമാറിനെ ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ഇതിനിടെ പെൺകുട്ടി വാടനപ്പള്ളി കുട്ടമുഖത്തെ ആശുപത്രിക്ക് സമീപം വാടക വീട്ടിലുണ്ടെന്ന രഹസ്യവിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തുടർന്ന് ബുധനാഴ്ച രാവിലെ CI R രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസും പെൺകുട്ടിയുടെ മാതാപിതാക്കളും കുട്ടമുഖത്തെ വാടക വീട്ടിലെത്തി പൂട്ടിയിട്ട ഒറ്റമുറി വാടക വീട്ടിൽ തനിച്ചായിരുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ദ്വിഭാഷിയുടെ സഹായത്താൽ നടത്തിയ മൊഴി രേഖപ്പെടുത്തലിലാണ് പീഡന വിവരം വ്യക്തമായത്. ഓഗസ്റ്റ് 20-ന് പളാഷ് മാജി തട്ടിക്കൊണ്ടുവന്നതിന് ശേഷം 22 മുതൽ 9-ാം തീയതി വരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. വിവരം പുറത്തറിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. കാമുകൻ പളാഷ് മാജിക്കൊപ്പം ബന്ധുക്കളായ അഖാല മാജി, തൂഹിൻ ഹസ്ര എന്നിവരുമാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രതികൾ പണിക്ക് പോകുമ്പോൾ പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിടുകയാണ് ചെയ്തിരുന്നത്. അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരപ്രകാരം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 3 പ്രതികളും പിടിയിലായത്. ബാഗുമായി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അഡീഷണൽ SI MP മുഹമ്മദ് റാഫി, സാദിഖ് അലി, തോമസ്, സീനിയർ CPമാരായ AC ഷാജു, സാൻഡോ തട്ടിൽ, ലിജു, സിന്ധു തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ പരിശോധനയിൽ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയായതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് CI R രതീഷ് കുമാർ പറഞ്ഞു. ബംഗാൾ സ്വദേശി തന്നെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്നാണെന്നും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് 2-3 ആഴ്ചയായിട്ട് അവനും കൂടാതെ 2 പേരും കൂടി ചേർന്ന് നിരന്തരം ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുവെന്നും പെൺകുട്ടി മൊഴി തരികയായി. പെൺകുട്ടിയെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. പ്രതികളെ ചാവക്കാട് കോടതി റിമാൻഡ് ചെയ്തു. TCB തൃപ്രയാർ.
മികച്ച ആരോഗ്യ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2014-15 ആരോഗ്യ കേരളം പുരസ്കാരങ്ങൾ ആരോഗ്യമന്ത്രി VS ശിവകുമാർ പ്രഖ്യാപിച്ചു. മികച്ച കോർപ്പറേഷനുള്ള 1ാം സ്ഥാനം തൃശൂർ കരസ്ഥമാക്കി. കൊല്ലം ജില്ലാ പഞ്ചായത്ത്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത്, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, ഇടുക്കിയിലെ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് എന്നിവയാണ് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയും കൊല്ലത്തെ പരവൂരുമാണ് മുനിസിപ്പാലിറ്റികൾക്കുള്ള 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടിയത്. ജില്ലാതല ഗ്രാമപഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ തൃശൂരിലെ എറിയാട്, മണലൂർ, പൂമംഗലം എന്നീ പഞ്ചായത്തുകളാണ് 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടിയത്. മാർഗരേഖയനുസരിച്ച് കോർപ്പറേഷനുകൾക്ക് 1ഉം 2ഉം സ്ഥാനങ്ങളാണ് നൽകുന്നത്. 2ാം സ്ഥാനം കൊച്ചി കോർപ്പറേഷനാണ്. ജില്ലാ പഞ്ചായത്തുകൾക്കുള്ള 2ഉം 3ഉം സ്ഥാനങ്ങൾ യഥാക്രമം കോട്ടയത്തിനും കോഴിക്കോടിനുമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മലപ്പുറം ജില്ലയിലെ കാളികാവും പെരുമ്പടപ്പും 2ഉം 3ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി. തിരുവനന്തപുരത്തെ കിളിമാനൂരും കണ്ണൂരിലെ മങ്ങാട്ടിടവുമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്. സംസ്ഥാനതല പുരസ്കാരങ്ങളിൽ എല്ലാ 1ാം സ്ഥാനക്കാർക്കും 10 ലക്ഷം രൂപ വീതമാണ് നൽകുക. 2ാം സ്ഥാനം നേടിയവർക്ക് 5 ലക്ഷം വീതവും 3ാം സ്ഥാനക്കാർക്ക് 3 ലക്ഷം വീതവും ലഭിക്കും. ജില്ലാതല ഗ്രാമപഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് യഥാക്രമം 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം എന്നിങ്ങനെയാണ് തുക നൽകുക. ഇൻഫർമേഷൻ കേരള മിഷന്റെ ഓൺലൈൻ വിവരശേഖരണം, ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച പ്രവർത്തന റിപ്പോർട്ടുകൾ, ആരോഗ്യവകുപ്പിന്റെ ഓൺലൈൻ റിപ്പോർട്ടിംഗ്, ഫീൽഡ് തല പരിശോധനകൾ എന്നിവ പൂർത്തിയാക്കിയ ശേഷം പ്രത്യേക സജ്ജമാക്കിയ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് കീഴിലുള്ള ആരോഗ്യ പദ്ധതികളുടെ ആസൂത്രണത്തിലും നിർവഹണത്തിലും വലിയ മാറ്റങ്ങൾക്ക് ആരോഗ്യ കേരള പുരസ്കാരങ്ങൾ വഴിയൊരുക്കിയതായി VS ശിവകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. CPI-യുമായി SNDPക്ക് പ്രശ്നങ്ങളില്ലെന്നും താൻ CPI-യിൽ ചേരുന്നതിൽ SNDP അനുകൂലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുൻ MLA-യും SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റുമായ ഉമേഷ് ചള്ളിയിൽ പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉമേഷ് ചള്ളിയിൽ. സമീപകാലത്തുണ്ടായ ആശയക്കുഴപ്പങ്ങളും അധികാര തർക്കങ്ങളും മൂലമാണ് JSS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ താൻ പാർട്ടി വിട്ട് CPI-യിൽ ചേരുന്നതെന്ന് ഉമേഷ് ചള്ളിയിൽ വ്യക്തമാക്കി. ഈ മാസം 19-ന് കൊടുങ്ങല്ലൂരിൽ CPI-യിൽ ചേരുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. JSS പ്രവർത്തകർക്ക് പുറമെ കോൺഗ്രസ് മാള മണ്ഡലം ജനറൽ സെക്രട്ടറി വിനോദ് വിധേയത്തിന്റെ നേതൃത്വത്തിലുള്ള UDF പ്രവർത്തകരുമടക്കം 100 കണക്കിന് പേർ തന്നോടൊപ്പം CPI-യിൽ ചേരുമെന്ന് ഉമേഷ് ചള്ളിയിൽ അറിയിച്ചു. UDF ഒരു ഘടകകക്ഷിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ അതിനോടൊപ്പം എൻ്റെ കൊടുങ്ങല്ലൂരിലെ ഞങ്ങളെ UDF-ലെ മെയിനായിട്ടുള്ള കോൺഗ്രസിലെ കൊടുങ്ങല്ലൂരിലാണ് കേട്ടോ നേതൃത്വമായിട്ട് അവരുടെ പ്രവർത്തന ശൈലിയിൽ കുറച്ച് അംശം മുമ്പേ മുതലുണ്ട്, 2006 മുതലുണ്ട്. നല്ല പഴയ JSS മാത്രമല്ല, ഞാനായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആളുകൾ ഇന്ന് കാലത്ത് മുതൽ കാണുന്ന ന്യൂസ് വെച്ചിട്ട് അവർ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. അവരെല്ലാം സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2006 മുതൽ കൊടുങ്ങല്ലൂരിൽ UDF-മായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതും JSS വിടാൻ കാരണമാണെന്ന് ഉമേഷ് ചള്ളിയിൽ വ്യക്തമാക്കി. CPM-യുമായാണ് SNDP ഇഴഞ്ഞു നിൽക്കുന്നത്. CPI-യുമായി SNDPക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. CPI നേതാക്കളുടെ പ്രസ്താവനകളെ പോലും വെള്ളാപ്പള്ളി നടേശൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. RSS-ഉം SNDP-യുമായി സഖ്യം ചേരാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും താൻ CPI-യിൽ ചേരുന്നതിൽ SNDP എതിർത്താൽ അപ്പോൾ നിലപാട് വ്യക്തമാക്കാമെന്നും ഉമേഷ് ചള്ളിയിൽ പറഞ്ഞു. താൻ ഒരു ഡിമാൻഡും വെച്ചല്ല CPI-യിൽ ചേരുന്നത്. തന്നെ കൊടുങ്ങല്ലൂരിൽ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള തീരുമാനമെടുത്താൽ അംഗീകരിക്കുമെന്നും എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ലെന്നും ഉമേഷ് ചള്ളിയിൽ കൂട്ടിച്ചേർത്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, കോൺഗ്രസ് മാള മണ്ഡലം സെക്രട്ടറി വിനോദ് വിധേയത്തിൽ, AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ സഹതടവുകാരനെ മർദ്ദിച്ച കേസിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളായ കുടി സുനി, മുഹമ്മദ് ഷാഫി, അനൂപ് എന്നിവരെയാണ് വിയ്യൂർ SI മഞ്ജുനാഥ് ജയിലിലെത്തി അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന മട്ടാഞ്ചേരി സ്വദേശി സാദിഖിനെ മർദ്ദിച്ച കേസിലാണ് നടപടി. കഴിഞ്ഞ മാസം 31-നാണ് സാദിഖിന് മർദ്ദനമേറ്റത്. പീച്ചി മയിലാടുംപാറയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി വീണ്ടും കൃഷി നശിപ്പിച്ചു. കട്ടച്ചിറ കുന്നത്ത് സജി, മഠത്തിപ്പറമ്പിൽ ബേബി എന്നിവരുടെ 400ഓളം നേന്ത്രവാഴകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ്. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനവാലും കൊമ്പും വിൽപ്പന നടക്കുന്നുവെന്ന വാർത്ത ദേവസ്വം അധികൃതർ നിഷേധിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം ലോബി ആനത്താവളത്തിൽ സജീവമായിരുന്നു. എന്നാൽ കർശന നടപടിയെ തുടർന്ന് ഇതിന് തടയിടാനായെന്ന് ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, അഡ്മിനിസ്ട്രേറ്റർ B മഹേഷ് എന്നിവർ പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിച്ചാൽ അത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി.
വെളപ്പായ ചെറക്കുന്ന് കനാലിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ചെറക്കുന്ന് സ്വദേശിനി 75 വയസ്സുള്ള ശാന്തയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിയൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മലയാളികൾക്ക് സിനിമയെന്ന കലാരൂപത്തെ പരിചയപ്പെടുത്തിയ തൃശൂർക്കാരനായ കാട്ടുകാരൻ വാറുണ്ണി ജോസഫിന്റെ പേരിലുള്ള പുരസ്കാരം മലയാള സിനിമയിലെ പ്രൗഢ വ്യക്തിത്വമായ പത്മശ്രീ മധുവിന് സമ്മാനിച്ചു. തൃശൂർ ചലച്ചിത്ര കേന്ദ്രമാണ് അവാർഡ് ദാന ചടങ്ങ് ഒരുക്കിയത്. മലയാള സിനിമയിലെ സംവിധാന കുലപതിയായ KS സേതുമാധവനാണ് മധുവിന് അവാർഡ് സമ്മാനിച്ചത്. എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ കൈയടികൾ അഭ്യർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് അച്ചടക്കം സമ്മാനിച്ച സംവിധായക പ്രതിഭയായിരുന്നു സേതുമാധവനെന്നും അദ്ദേഹത്തിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങാനായത് അഭിമാനകരമാണെന്നും മധു പറഞ്ഞു. തൃശൂരിനെക്കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും മധു പങ്കുവച്ചു. തൃശൂരിന്റെ പൈതൃകമായ കാട്ടൂക്കാരൻ വാറുണ്ണി ജോസഫ് അവാർഡ് കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തണമെന്ന് ചലച്ചിത്ര കേന്ദ്രം ഡയറക്ടർ ചെറിയാൻ ജോസഫ് ആവശ്യപ്പെട്ടു. ചലച്ചിത്രകലയിലെ മധുഭാവം എന്ന ബ്രോഷറിന്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓപ്പൺ എയർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മേയർ രാജൻ ജെ പല്ലൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം CP ജോൺ, സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PO ജെൻസൺ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് PA പുരുഷോത്തമൻ, മുൻ മേയർ ജോസ് കാട്ടൂക്കാരൻ, KB വേണു, ഡോക്ടർ അരവിന്ദൻ വലച്ചിറ, നീലൻ, KK ജയശങ്കർ, ഗീതാ ബാലകൃഷ്ണൻ, പ്രൊഫസർ CV ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി സ്വകാര്യ ബസ്സുകളുടെ പാർക്കിംഗിന് ക്രമീകരണമായി. ശക്തൻ നഗറിൽ കോർപ്പറേഷന്റെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലാണ് ബസ്സുകളുടെ പാർക്കിംഗിന് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പുതിയ ക്രമീകരണം തുടരും. മേയറുടെ ചേംബറിൽ ബസ്സുടമകളുടെയും ജീവനക്കാരുടെയും പോലീസിന്റെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗം മുതൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ധാരണയായി. നിലവിലുള്ള ബസ് യാർഡിന്റെ മധ്യഭാഗത്തുള്ള കാന വശങ്ങളിലേക്ക് മാറ്റും. തിങ്കളാഴ്ച മുതലാണ് ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുക. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് 7 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ സ്കൂളുകളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. 38 സ്കൂളുകൾക്ക് നോട്ടീസ് നൽകി. കുടിവെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാതിരിക്കുകയും പാചകപ്പുരയുടെയും ടോയ്ലറ്റുകളുടെയും വൃത്തിഹീനമായ തരത്തിൽ കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്നാണ് സ്കൂളുകൾക്ക് നോട്ടീസ് നൽകിയത്. ജില്ലയിലെ 307 സ്കൂളുകളിലും സ്കൂളുകൾക്ക് 100 മീറ്റർ അകലെയുള്ള 62 കടകളിലുമാണ് പരിശോധന നടത്തിയത്. ജന്മസുഹൃതങ്ങൾ സ്വന്തമാക്കി വാടാനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന കൂടിയർച്ചനയ്ക്ക് ഭക്തിനിർഭരമായ സമാപനം. 9 നാൾ നീണ്ടുനിന്ന കൂടിയർച്ചന ആചാര്യന്മാരുടെയും ഭക്തരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കഴിഞ്ഞ 2-നാണ് പൂശാരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കോടിയർച്ചനയ്ക്ക് തിരിതെളിഞ്ഞത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രിയും യജ്ഞാചാര്യനുമായ നരേന്ദ്ര അടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 11 ആചാര്യന്മാരാണ് യജ്ഞം നയിച്ചത്. 1008 കലശകുടങ്ങളിലായി സമർപ്പിക്കുന്ന കോടിയർച്ചനയിൽ 200ഓളം ഭക്തജനങ്ങളും വേദസൂക്തങ്ങൾ ഉരുവിട്ട് പങ്കുചേർന്നു. ദിവസവും ഉരുവിട്ട 15 ലക്ഷത്തോളം വേദസൂക്തങ്ങളാൽ യജ്ഞശാലയും ക്ഷേത്രാങ്കണവും മുഖരിതമായിരുന്നു. സമാപന ദിവസത്തിൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം യജ്ഞത്തിന്റെ അതിപ്രധാന ചടങ്ങുകൾക്ക് തുടക്കമായി. ബ്രഹ്മകലശത്തിന് ശേഷം അഭിഷേകത്തിനുള്ള കലശമെഴുന്നള്ളിപ്പ് നടന്നു. ഭഗവാന് അഭിഷേകം നടത്താനുള്ള 1008 കലശകുടങ്ങളിൽ ആദ്യ കലശകുടം യജ്ഞാചാര്യനിൽ നിന്ന് കോടിയർച്ചന ചീഫ് കോർഡിനേറ്റർ ഹരീഷ് പണിക്കെട്ടി ഏറ്റുവാങ്ങി. യജ്ഞാചാര്യനൊപ്പം ഭക്തജനങ്ങളും കലശകുടങ്ങളുമായി എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ഗോപാലകൃഷ്ണൻ ഭഗവാന്റെ തിടമ്പേറ്റി. എഴുന്നള്ളിപ്പിന് ചെണ്ടമേളം അകമ്പടിയേകി. തുടർന്ന് കോടിയർച്ചന സമർപ്പിച്ച കലശകുടങ്ങളാൽ ഭഗവാന് അഭിഷേകം നടത്തുമ്പോൾ ഭക്തജനങ്ങൾ വേദസൂക്തങ്ങൾ ഉരുവിട്ടു. തമിഴ്നാട്ടിലെ 6 പുരാതന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലെ പ്രധാന ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു അഭിഷേക ചടങ്ങ്. മലേഷ്യ കോലാലംപൂരിലെ ഭട്ട് ഗുഹ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ 3 ആചാര്യന്മാരും അഭിഷേക ചടങ്ങിൽ പങ്കെടുത്തു. PA മാധവൻ MLA ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അഭിഷേകത്തിന് ശേഷം കോടിയർച്ചന യജ്ഞത്തിൽ പങ്കെടുത്ത 100 കണക്കിന് ഭക്തർക്ക് പ്രസാദഊട്ടും വിതരണം ചെയ്തു. യജ്ഞാചാര്യന്റെ നേതൃത്വത്തിൽ നിറമാല ചുറ്റുവിളക്കും തുടർന്ന് അത്താഴപൂജയും നടന്നതോടെയാണ് കോടിയർച്ചന യജ്ഞത്തിന് സമാപനമായത്. യാഗത്തേക്കാൾ ഏറെ ശ്രേഷ്ഠമായ കോടിയർച്ചന യജ്ഞം വിജയിച്ചത് ഭക്തരുടെ സജീവമായ പങ്കാളിത്തം മൂലമാണെന്ന് ചീഫ് കോർഡിനേറ്റർ ഹരീഷ് പണിക്കെട്ടിയും സെക്രട്ടറി വിജയരാഘവൻ കോട്ടിയാട്ടിലും അറിയിച്ചു. TCU ന്യൂസ്, തൃപ്രയാർ.
പാവറട്ടി മനപ്പടി ജവഹർ മുന്നണി റോഡിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം. ഒലക്കെങ്കിൽ ജോസഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ഓടിളക്കി അകത്ത് കയറിയ മോഷ്ടാവ് വലിയ 2 ചെമ്പ്, 3 ഉരുളികൾ, വലിയ 2 നിലവിളക്ക്, പിച്ചളയുടെ വലിയ ട്രേ തുടങ്ങിയവയാണ് മോഷ്ടിച്ചിട്ടുള്ളത്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ഇതിനു മുൻപും ആൾതാമസമില്ലാത്ത സമയത്ത് ഈ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്. അന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെടാത്തതിനാൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. പാവറട്ടി SI S അരുണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധൻ KP ബാലകൃഷ്ണൻ, പോലീസ് ഫോറൻസിക് ഫോട്ടോഗ്രാഫർ TG സാബു എന്നിവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുവനന്തപുരത്ത് താമസിക്കുന്ന വീട്ടുടമ ജോസഫും കുടുംബവും അടുത്ത ദിവസം നാട്ടിൽ വരുന്നതിന്റെ മുന്നോടിയായി വീട് വൃത്തിയാക്കുന്നതിന് ജോലിക്കാരുമായി എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മസ്ജിദിന്റെ ഭണ്ഡാരം കവർന്നു. മരപ്പാലത്തിന് സമീപം റിവ ഉൾ ഇസ്ലാം മസ്ജിദിലെ ഭണ്ഡാരമാണ് കവർന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. മസ്ജിദിലെ ഒരു ഭണ്ഡാരം കുത്തിത്തുറന്ന മോഷ്ടാക്കൾ മറ്റൊരു ഭണ്ഡാരം തുറക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പള്ളിയിൽ എത്തിയവരാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് ഭരണസമിതി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂർ മേഖലയിൽ സമീപകാലത്ത് നടക്കുന്ന 11ാമത്തെ ഭണ്ഡാര കവർച്ചയാണ് ഇത്. മാള സമ്പാളൂർ സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം. പള്ളിക്കുള്ളിലെ അൾത്താരയ്ക്ക് സമീപമുള്ള നേർച്ചപ്പെട്ടിയാണ് കുത്തിത്തുറന്നത്. മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. അതേസമയം ആരാധനാലയങ്ങളിലെ നേർച്ചപ്പെട്ടികൾ കുത്തിത്തുറന്നുള്ള മോഷണം കൊടുങ്ങല്ലൂർ മാള മേഖലകളിൽ വ്യാപകമായിരിക്കുകയാണ്. സംഭവങ്ങളിൽ പോലീസ് കേസെടുക്കുന്നതല്ലാതെ തുടർ അന്വേഷണങ്ങൾ കാര്യമായി നടക്കാറില്ലെന്ന് ആക്ഷേപമുണ്ട്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവിനെ ഷാഡോ പോലീസ് പിടികൂടി. ഓട്ടുപാറ സ്വദേശി പുത്തൻപീടികയിൽ നൌഷാദാണ് പിടിയിലായത്. നിർമ്മാണ തൊഴിലാളികൾക്കും ബസ് ജീവനക്കാർക്കുമാണ് ഇയാൾ കഞ്ചാവ് വിറ്റിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ ടൗൺ ഹാളിൽ തുടരുന്ന 22ാമത് ടാസ് നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം സംസ്കൃതിയുടെ മേരാനാം ജോക്കർ അരങ്ങേറി. നാടകോത്സവത്തിന്റെ 6ാം ദിവസമായ നാളെ തിരുവനന്തപുരം മലയാള നാടകവേദി അവതരിപ്പിക്കുന്ന നാരങ്ങാമിഠായി അരങ്ങിലെത്തും. ഈ മാസം 22 വരെ തുടരുന്ന നാടകോത്സവത്തിലെ വിജയികൾക്ക് ജോസ് ആലുക്കാസ് എവർ റോളിംഗ് ഗോൾഡ് ട്രോഫി സമ്മാനിക്കും. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ മെഡിക്കൽ ഷോപ്പ് ഉടമയെ ആക്രമിച്ച കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി പറക്കൂട്ട് ഷമീർ, എടവിലങ്ങ് തൊട്ടിപ്പുള്ളി ജിതേഷ്, വെലിപ്പറമ്പിൽ ജാഫർ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ CI സലീഷ് N ശങ്കരന്റെ നേതൃത്വത്തിൽ SI PK പത്മരാജനും സംഘവും അറസ്റ്റ് ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട ഒരാൾ പിടിയിലാകാനുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ എടവിലങ്ങ് ചന്തയിലെ മെഡിക്കൽ ഷോപ്പ് പൂട്ടി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിൽ ശ്രീനാരായണപുരം ശംഖു ബസാർ സ്വദേശി മാങ്കറ രതീഷ് ആക്രമിക്കപ്പെടുകയായിരുന്നു. പ്രതികളിൽ ഒരാൾക്ക് മുൻപ് മർദ്ദനമേറ്റ സംഭവത്തിന് രതീഷ് കാരണക്കാരനായി എന്ന മുൻ വൈരാഗ്യത്തിലാണ് ആക്രമിച്ചത്. സീനിയർ CPOമാരായ CR പ്രദീപ്, CK ഷാജു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്വർണ്ണവില പവന് 160 രൂപ കുറഞ്ഞ് 19,640 രൂപയായി. 2,455 രൂപയാണ് ഗ്രാമിന്റെ വില. കഴിഞ്ഞ ദിവസം പവന്റെ വില 19,800 രൂപയായിരുന്നു. ആഗോള വിപണിയിൽ വില കുറഞ്ഞതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ 1 ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് നെക്ലസും പണവും മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആല ഗോതുരത്ത് തറവീട്ടിൽ ഓമനയെയാണ് കൊടുങ്ങല്ലൂർ CI SN സലീഷും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 21-നാണ് കോതപ്പറമ്പ് കിഴക്കുവശം പറമ്പുക്കണ്ടി മുഹമ്മദുണ്ണി ബാപ്പുവിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഡയമണ്ട് നെക്ലസ് മോഷണം പോയത്. ഈ മാസം 2-നും ഇന്നുമായി 6,700 രൂപയും മോഷണം പോയി. വീട്ടുടമസ്ഥൻ നൽകിയ പരാതി പ്രകാരം വേലക്കാരിയെയും മറ്റും ചോദ്യം ചെയ്തപ്പോഴാണ് ഇന്ന് മോഷ്ടിച്ച 3,700 രൂപ ഓമനയുടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡയമണ്ട് നെക്ലസും ഓമനയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കുറുമാലി പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ നാളെ ട്രെയിനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നിലമ്പൂർ എറണാകുളം പാസഞ്ചർ, കണ്ണൂർ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ എന്നിവ തൃശൂരിൽ യാത്ര അവസാനിപ്പിക്കും. ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഗുരുവായൂരിൽ നിന്ന് 1 മണിക്കൂർ 35 മിനിറ്റ് വൈകി 10:40 മാത്രമേ പുറപ്പെടുകയുള്ളൂ. കൂടാതെ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഉല്ലൂരിലോ തൃശൂരിലോ 1 മണിക്കൂർ പിടിച്ചിടാൻ സാധ്യതയുണ്ടെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ നശിപ്പിക്കുക, മനുഷ്യന് വില കൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിജു വെളിയത്ത്, തൃശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജലീൽ ജോൺ, CM രതീഷ്, ശീതൾ രാജ, ടോം ആന്റണി, ബഷീർ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശക്തൻ ബസ് സ്റ്റാൻഡ് കണ്ണക്കുളങ്ങര ആലുമെട്ട് വഴി റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞു പോകേണ്ടി വന്ന 27 വീട്ടുകാർക്ക് തൃശൂർ കോർപ്പറേഷൻ മാറ്റാമ്പുറത്ത് ഫ്ളാറ്റ് നൽകി. ഫ്ളാറ്റിന്റെ താക്കോൽ മേയർ രാജൻ ചെപ്പല്ലൻ കൈമാറി. കണ്ണക്കുളങ്ങര റോഡ് 10 മീറ്ററായി വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ്
പുറംപോക്കിലുണ്ടായിരുന്ന 27 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചത് 2 ദിവസത്തിനുള്ളിൽ ഈ വീടുകൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ പറഞ്ഞു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ തുടങ്ങി. കോളേജ് മെഡ്ലിക്കോട്ട് ഹാളിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എ ജൻസൺ അധ്യക്ഷത വഹിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ SD ബിജു മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ബൈജു ചാക്കേരി, ഡോക്ടർ പ്രിൻസി കെ കാക്കശ്ശേരി, ഫാദർ ഡോക്ടർ മാർട്ടിൻ കോലംപ്രത്ത്, പ്രൊഫസർ FJ വിൻസെന്റ്, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ കെ വിമല കെ ജോൺ എന്നിവർ പങ്കെടുത്തു. മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സിലെ മോഡേൺ ട്രെൻഡ്സ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ കോളേജുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. വായനാ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുന്നപ്ര വയലാർ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ അവലോകനം നടന്നു. അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ പ്രൊഫസർ M ഹരിദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഡോക്ടർ KS വസന്തൻ ആമുഖാവതരണം നടത്തി. ഡോക്ടർ NR ഗ്രാമപ്രകാശ് വിഷയാവതരണവും, പ്രൊഫസർ M ഹേമമാലിനി, പ്രൊഫസർ VC സുപ്രിയ തുടങ്ങിയവർ വായനാനുഭവങ്ങളും പങ്കുവച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിപ്പാടത്തെ വിരുപ്പ് കൃഷിക്ക് കതിര് വന്നെങ്കിലും കർഷകർ ആശങ്കയിലാണ്. നെൽക്കതിരുകളിൽ ആവശ്യത്തിന് പൂക്കൾ വിരിയാത്തത് മൂലം കതിരെല്ലാം പതിരാകുമോ എന്ന ഭയപ്പാടിലാണ് കർഷകർ. 66 ഏക്കറിലേറെയുള്ള കോടാലി പാടശേഖരത്തെ 200 പറ നിലത്തെ നെൽകൃഷിയാണ് ഇക്കുറി കതിര് പതിരാകുമെന്ന സ്ഥിതിയുള്ളത്. കന്നിമാസത്തിൽ കൊയ്ത്തിനു പാകമാകും വിധം നെൽച്ചെടികളിൽ കതിരുവന്നെങ്കിലും നെൽമണികൾ കുറവാണ്. കതിരുവന്ന നെൽച്ചെടികളിൽ പൂക്കൾ കുറവായതാണ് നെൽമണികൾ കുറയുന്നതിന് കാരണമായി കർഷകർ പറയുന്നത്. കതിർക്കുലകളിലെ നെൽമണികൾ പതിരായി പോകുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. കതിർമണികൾ ഭൂരിഭാഗവും കറുപ്പ് നിറമെന്ന് കേടായ നിലയിലാണ്. ഇത് വിളവിനെ കാര്യമായി ബാധിക്കുമെന്നാണ് കർഷകർ ആശങ്കപ്പെടുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് ഇത്തരത്തിൽ കതിർക്കുലകളിൽ പതിര് നിറയുന്നതെന്ന് കർഷകനായ പീണിക്കപ്പറമ്പിൽ വർഗീസ് പറഞ്ഞു. കോടാലിപ്പാടത്ത് വിരിപ്പ് കൃഷി ഇറക്കിയ ഭൂരിഭാഗം കർഷകരുടെ നിലത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. ജ്യോതി ഇനത്തിലുള്ള നെൽവിത്താണ് ഇത്തവണ ഇവർ വിരിപ്പ് കൃഷിക്ക് ഉപയോഗിച്ചത്. സാധാരണ ചാഴിശല്യം മൂലം പതിരുണ്ടാകാറുണ്ടെങ്കിലും ഇത്ര വ്യാപകമായി ഇതിനു മുമ്പ് കതിരുകളിൽ നെൽമണികൾ കുറയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. നെൽച്ചെടികളിൽ പൂക്കൾ കുറയുന്നതിനും കതിർമണികൾ കറുത്ത് കേടാവുന്നതിനും കാരണമെന്താണെന്ന് ഇനിയും വ്യക്തമല്ലെന്ന് കർഷകർ പറഞ്ഞു. ഏറെക്കുറെ കതിരി പറയണം, പശയില്ല, അതൊന്നും പൂവില്ല, ഇങ്ങനെ കറുത്ത് വെറുതെ ഇല്ലിക്കുമ്പ് വരി നിൽക്കണം. പക്ഷെ അത് എന്താണെന്നുള്ള കേട് ഞങ്ങൾക്ക് അറിയില്ല. അതിനെ പറ്റിയുള്ള പരാതി ഞങ്ങൾ കൃഷിഭവനിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊന്ന് നോക്കി പോയിട്ടുണ്ട്. കാലാവസ്ഥയിലെ വ്യതിയാനമാകാം നെൽക്കതിരുകളിൽ വ്യാപകമായി കേടുബാധിക്കാൻ ഇടയാകുന്നതെന്ന് കരുതുന്നു. ഇളം കതിരുകളിൽ പാലുറക്കേണ്ട സമയത്ത് ശക്തമായ മഴ പെയ്തതും കതിരെല്ലാം പതിരായി മാറാൻ കാരണമായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. കന്നിക്കൊയ്ത്ത് കഴിയുമ്പോൾ ഇത്തവണ കൃഷിച്ചെലവ് പോലും തിരിച്ചു കിട്ടില്ലെന്ന നിരാശയാണ് കർഷകർക്കുള്ളത്. നെൽമണികൾ പതിരായി മാറുന്നത് തടയാൻ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തണമെന്നതാണ് ഇവരുടെ ആവശ്യം. TCV കൊടകര. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആനുകൂല്യ വിതരണ മേളയും സംഘടിപ്പിച്ചു. വളരി പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങ് തേരമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KT ഇതിഹാസ് അധ്യക്ഷത വഹിച്ചു. ബോർഡ് ഡയറക്ടർ ജോസുകുട്ടി ഫ്രാൻസിസ്, EH റംല, MK പ്രഭാകരൻ, ജയരാജ് അടിയത്ത്, സോമനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡുകളും കർഷകർക്ക് വിവിധ ക്ഷേമ ആനുകൂല്യങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരമധ്യത്തിലെ ATM കൗണ്ടറിൽ നിന്ന് 26 ലക്ഷം കവർന്ന സംഭവത്തിൽ പ്രതികൾ പോലീസ് വലയിലായി. പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കൊരട്ടി മാമ്പ്രയിൽ പരീക്ഷയ്ക്ക് പോയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൈയും വായും കെട്ടിയ നിലയിൽ കുറ്റിക്കാട്ടിൽ കണ്ടെത്തി. ആലുവയിലെ കൊട്ടേഷൻ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് വിവരം ലഭിച്ചു. 3 പേർ കസ്റ്റഡിയിൽ. പണമില്ലാത്തതിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഭൂവുടമയുടെ താൽപര്യത്തിന് അർഹമായ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി. പ്രണയം നടിച്ച് 16-കാരിയായ ബംഗാളി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ച കേസിൽ 3 ബംഗാളി യുവാക്കൾ അറസ്റ്റിലായത് കാമുകനും കൂട്ടുകാരും. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ കേരളം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച കോർപ്പറേഷനുള്ള 1ാം സ്ഥാനം തൃശൂരിന്. മുനിസിപ്പാലിറ്റികളിൽ ചാലക്കുടിക്ക് 2ാം സ്ഥാനം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.
തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്ക്, ജോസ്കോ ജുവലേഴ്സ്, Penco Marbles and Granites. ജോസ് ആലുക്കാസ്.